ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. രാവിലെ ചായക്ക് വെള്ളം വെച്ചു. അപ്പോഴത്തേക്കിന് ഞാൻ ഇന്ന് പൂരി ഉണ്ടാക്കുന്നത്. അപ്പം മാവ് അങ്ങ് കുഴച്ച് വെച്ചു. ബട്ടൂര ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്ന അപ്പം ബട്ടൂര ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞത് ഒരു മണിക്കൂറേലും വെക്കണം. അപ്പം പോൾമോൻ ഇന്ന് രാവിലെ പോകണമായ പരീക്ഷയായിരുന്നു. അതുകൊണ്ട് ഞാനെന്നാൽ ബട്ടൂര ഉണ്ടാക്കിയിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിന് സമയമൊക്കെ പോകും. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചെന്നാൽ അങ്ങ് പൂരി ഉണ്ടാക്കാം. അവനിവിടെ ഉള്ള ഒരു ദിവസം അതുണ്ടാക്കാമെന്ന് വെച്ചിട്ട് അവനും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഇന്നങ്ങ് പൂരി അങ്ങ് ഉണ്ടാക്കാം. ബട്ടൂരയും കടലക്കറിയും ആയിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. അപ്പം ചായയൊക്കെ റെഡിയായി. ചായയൊക്കെ എടുത്തു. അപ്പം കപ്പിലൊഴിച്ചോണ്ടേ അതിൻ്റെ അകത്ത് ചായ ഇച്ചിരി കുറവായിപ്പോയി. പിന്നെ കുറച്ചുകൂടെ ചായ അതിലൊഴിച്ചെടുത്തു. അപ്പം ചായ ഉണ്ടാക്കിയിട്ട് പിന്നെ കുടിച്ചിട്ട് ഞാൻ ചായ ഇപ്പോൾ അവിടെ എടുത്ത് വെക്കത്തേ ഉള്ളൂ. ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് പൂരി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുടിക്കാം. അവരൊക്കെ പെട്ടെന്ന് കുടിച്ചോളും. അപ്പം ഞാൻ എണ്ണ അവിടെ ചൂടാക്കാൻ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം നന്നായിട്ടൊക്കെ ചൂടായി. അങ്ങനെ ഞാൻ ഇനിയും പൂരി ഉണ്ടാക്കിയെടുക്കട്ടെ. സാധാരണ റൈസിന് പൂരി അത്ര ഇഷ്ടമല്ല. ഇന്നും വേണ്ടാന്ന് പറഞ്ഞൊക്കെ നിന്നു. എന്നിട്ട് ലാസ്റ്റിൽ കുറേയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ് എന്നാൽ താന്ന് പറഞ്ഞു. അപ്പം ഞാൻ 2 എണ്ണം കൊടുത്തു. കഴിച്ചിട്ട് പിന്നെ വന്നിട്ട് പറഞ്ഞ് ഒരെണ്ണം കൂടെ താന്ന്. ഇത് കഴിച്ച് നോക്കുന്നതിന് മുമ്പ് ടെല്ലി വേണ്ട പറയുന്നത്. കടലക്കറി ഇതുകൂടെ ആദ്യം പറഞ്ഞ് വേണ്ടാന്ന്. പിന്നെ കഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് തോന്നി. പിന്നെയും വന്ന് കഴിച്ചു. ഇപ്പം ടിഫിന് ഞാൻ ഇവന് എന്നും പൂരിയാണെങ്കിൽ അവൻ പറയും ടൊമാറ്റോ സോസ് മതിയെന്ന്. അതാ കൊടുത്തു വിടുന്നത്. പക്ഷേ ഇന്ന് ഞാൻ അതല്ല കൊടുത്തു വിടുന്നത്. ഞാൻ ഇന്നാളി പറഞ്ഞില്ലേ, ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ അവൽ നനച്ച് തിന്നുകൊണ്ടേ അവരും വന്ന് കഴിച്ചെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു മമ്മി എനിക്കിത് സ്കൂളിലും തന്നു വിടണേന്ന്. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഇന്ന് അത് കൊടുത്തു വിടാമെന്ന്. പ്രൈസൻ വല്ലതും കഴിച്ചേ? എടാ നീ സ്കൂളിൽ പോകുന്നതിനെപ്പറ്റി 2 എണ്ണമെങ്കിലും കഴിക്കുക. പൂരിക്ക സാത്ത് കടലക്കറി 2 എണ്ണമെങ്കിലും കഴി. തരട്ടെ? ഞാൻ അവന് ടിഫിൻ കൊണ്ടുപോകാൻ അവലിൻ്റെ അകത്ത് ഇച്ചിരി ശർക്കരയൊക്കെ ചീകിയിട്ട് അന്നേരം അവനോട് നിർബന്ധിച്ച് കഴിക്കാൻ പറഞ്ഞ അത്ര മനസ്സോടെ ഒന്നുമല്ല ഞാൻ പറഞ്ഞില്ലേ ആദ്യം വന്നതെന്ന്. പിന്നെ കഴിച്ചു കഴിഞ്ഞ് ഒരെണ്ണം കൂടെ വന്ന് താന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി. അപ്പം ഞാൻ അവനത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ഞാൻ മിക്സ് ചെയ്തില്ല. ഇങ്ങനെയെല്ലാം ചീകി ഇട്ടതേ ഉള്ളൂ. പിന്നെ തേങ്ങയൊക്കെ ഇട്ട് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത്. എനിക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ചേർത്തിട്ട് ഇതിൻ്റെ അകത്ത് പഴം കൂടെ ഞെവിടി കഴിക്കുന്നത് ഇഷ്ടമാണ്. പഴം ഞെവിടി കഴിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി 2 ഏലക്കായൂടെ ചതച്ചിട്ട് അതിൻ്റെ അരി ഇട്ടിട്ടുണ്ട്. അപ്പം നല്ലൊരു മണമൊക്കെ കിട്ടും. അപ്പം ഇങ്ങനെയുള്ള ഈ ബ്രൗൺ കളറിലെ അവൽ നമ്മുടെ ഇവിടെ അടുത്തൊന്നുമില്ല. ഞങ്ങൾ സൺഡേ പോകുമ്പോൾ മലയാളിക്കടയിൽ കാണും. അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ്. ഞാനൊരു സ്വല്പം വെള്ളം കുടഞ്ഞു. പക്ഷേ ഇതിൽ പാല് ചേർത്ത് കുഴയ്ക്കും. അല്ലെങ്കിൽ തേങ്ങാ വെള്ളം അതൊക്കെ ചേർത്ത് പണ്ട് അമ്മ കുഴയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊരു സ്വല്പം വെള്ളം ഒന്ന് കുടഞ്ഞു ഇച്ചിരി ഒന്ന് ഇതാവാൻ വേണ്ടി. അവന് ടിഫിനൊക്കെ ഞാനത് ഒന്ന് ഇങ്ങനെ കുഴച്ച് വെച്ച്. പിന്നെ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് തിളപ്പിച്ച് വയ്ക്കാമെന്ന് വെച്ച്. ഇപ്പം ചൂട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ അങ്ങ് തിളപ്പിച്ച് വയ്ക്കണം, അല്ലെങ്കിൽ പന്നലാവും. അതിനുശേഷം ഞാൻ ഈ വെള്ളത്തിൻ്റെ അകത്ത് തിളപ്പിക്കുന്ന വെള്ളത്തിൻ്റെ അകത്ത് ഇത്തിരി പതിമുഖം ഇട്ടായിരുന്നു. എനിക്കിങ്ങനെ ഈ പതിമുഖമൊക്കെ അതിൻ്റെ അകത്ത് ഈ ഇത്തിരി ഏലക്കയുടെയോ രാമച്ചത്തിൻ്റെയൊക്കെ മണമൊക്കെ ഉണ്ട്. അപ്പോൾ അതെനിക്കിഷ്ടമാണ്. ഇവർക്കൊന്നും ഇഷ്ടമല്ല. പിന്നെ അത് ഇച്ചിരി ഇങ്ങനെ പൊടിയും കമ്പുമൊക്കെ കാണുമല്ലോ. അതുകൊണ്ട് ഞാനത് അരിപ്പയിലൊന്ന് അരിച്ചാണ് ഒഴിച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കും. എനിക്ക് ആ കളറ് കാണുമ്പോഴേ ഒന്ന് നമുക്ക് കുടിക്കാൻ തോന്നും. ടിഫിൻ ഇത് മതിയോ? അന്ന് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അതോ ഇഷ്ടമല്ലേ ഇപ്പം? ഒരു സ്പൂൺ തിന്ന് നോക്കാം. ഓക്കെ, ഉരുങ്ങ് പോയി. കുറച്ച് ക്യാരറ്റും ഒരു ഉരുളൻകിഴങ്ങും അമരപ്പയർ, ഈ സാമ്പാറിലിടുന്ന അമരപ്പയർ, 2-3 ബീൻസ്, 2-3 പയർ,
എല്ലാം ഒന്ന് അരിഞ്ഞ് ഇനി 2 സവാളയും കൂടെ അരിഞ്ഞ് ചേർക്കട്ടെ. എന്തുവാ എനിക്കിങ്ങനെയുള്ള മിക്സുകളെല്ലാം കൂടെ ചേർത്ത് മെഴുക്ക് പുരട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് പിന്നെ ഒരു ഒഴിച്ചു കറി വേണ്ട, ആ ഒരു മെഴുക്ക് പുരട്ടി തന്നെ ആണെങ്കിലും ചേർത്ത് ഞാൻ കഴിക്കും. ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പക്ഷേ ഇത് ഉണ്ടാക്കിയിട്ട് റീച്ചാനും ഇഷ്ടപ്പെട്ട്, ഡാഡിക്കും ഇഷ്ടപ്പെട്ട്, പോളുമോനും കുഴപ്പമില്ലായിരുന്നു, കഴിച്ചു. അപ്പോൾ കൂടുതലും ഞാനാണ് ഉപയോഗിച്ചത്. ഈ സവാളയൊക്കെ നമ്മൾ മെഴുക്ക് പുരട്ടി വെക്കുമ്പോഴേ ആ പാനിൻ്റെ അകത്തൊന്ന് പിടിക്കത്തില്ലേ സവാള, എന്നിട്ട് അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ ആ സവാള ഇങ്ങനെ. ഈ മെഴുക്കോട്ടിക്കകത്തൊക്കെ സവാള കൂടുതൽ ചേർക്കുന്നത് എനിക്ക് കുറേ കൂടി ഇഷ്ടം. അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. ഈ സവാളയ്ക്ക് പകരം പിന്നെ കൊച്ചുള്ളി ആണെങ്കിലും പറയണ്ട. അപ്പോൾ ഇപ്പോൾ ഈ സൺഡേയിൽ ഒരു ഇച്ചിരി കൊച്ചുള്ളി വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ട്. നോക്കട്ടെ, കുഞ്ഞതാണെങ്കിൽ ഞാൻ വാങ്ങിക്കത്തില്ല. ചിലപ്പം കുഞ്ഞതായിരിക്കും, അത് പൊളിക്കാനൊക്കെ പ്രയാസം. വെച്ച് വലുതാണെങ്കിൽ വാങ്ങിക്കാം. അപ്പം ഞങ്ങളുടെ ഈ സൊസൈറ്റിയിൽ ലേഡീസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ ലേഡീസ് ഗ്രൂപ്പിൽ സൺഡേ ദിവസമാണ് ഈ അഡ്വർടൈസ്മെൻ്റ് ഇടുന്നത്. ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ തുണി പർച്ചേസിങ്, ചിലരൊക്കെ ഈ തുണികളൊക്കെ വിൽക്കുമല്ലേ, തുണിയുടെ പിന്നെ എന്താ പിന്നെ ഫുഡ് കൊടുക്കുന്നതിൻ്റെ, അങ്ങനെ പല പല ഇതെല്ലാം അന്നാണ് ചെയ്യുന്നത്. അപ്പം ഒരു ഇത് കാശ്മീരി മുളക് പൊടി വിൽക്കുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അന്നേരം അവർ വിൽക്കുന്നത് 560 തോന്നുന്നു, 60. അപ്പം ഞാൻ വിളിച്ചവരുടെ അടുത്ത് ചോദിച്ചോണ്ടേ അവർ പറഞ്ഞ് 3-4 ദിവസത്തിന് മുമ്പിട്ട് ഞായറാഴ്ച അവർ പരസ്യം ഇട്ടു, വെള്ളിയാഴ്ച ഞാൻ ഫോൺ ചെയ്തോണ്ട് വെള്ളിയാഴ്ച കിട്ടത്തുള്ളൂ. അപ്പോൾ ആ പൊടിയാണ് ഞാൻ ഇന്ന് ഈ മെഴുക്ക് പുരട്ടിക്ക് യൂസ് ചെയ്തത്. സാധാരണ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കാശ്മീരിയുടെ കൂട്ടല്ല, ഇതിനൊരു വേറൊരു കളറ്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ ഈ 1 വർഷമായി ഞങ്ങളുടെ ഈ അലീക്കയിൽ വന്നിട്ട്. അവർ നേരത്തെ ഗുജറാത്തിലായിരുന്നു, അവർക്ക് അവിടെ വർഷങ്ങൾ കൊണ്ട് ഈ ബിസിനസ്സായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇവരിങ്ങനെ ആദ്യം ഞാൻ ചോദിച്ചു മല്ലിപ്പൊടിയൊക്കെ ഉണ്ട്, എല്ലാ മസാലകളും ഉണ്ട്. അപ്പോൾ ഇപ്പം മുളക് പൊടിയാണ് വയ്ക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവരിന്നത് കൊണ്ട് തന്നെനിക്ക് വീട്ടിൽ. എൻ്റെ അടുത്ത് പറഞ്ഞ് ഉപയോഗിച്ചിട്ട് നോക്ക് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇതിന് ഇച്ചിരി ഇട്ടതേ ഉള്ളൂ. എന്നിട്ട് വലിയ എരിവൊന്നുമില്ല, പക്ഷേ കളർ ഒരിത്തിരി ഭയങ്കര ചുമന്ന കളറങ്ങ്. ഇത് പക്ഷേ കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞങ്ങൾ ഇന്നാളീ ഒരു പ്രാവശ്യം ഇവിടെ കടയിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ കാശ്മീരി വാങ്ങിച്ചിട്ട് നമ്മുടെ കയ്യിലെല്ലാം കളറാവുമായിരുന്നു. ഇത് പക്ഷേ അങ്ങനെ കയ്യിലൊന്നും ആവുന്നില്ല. നല്ലതാണെങ്കിൽ നമ്മുടെ ഇതിൽ നിന്ന് തന്നെ ഇവരുടെ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വെച്ച്. എനിക്ക് തോന്നുന്നു വെളിയിൽ 20-30 രൂപ കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ മെഴുക്കോട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ഇച്ചിരി ഉപ്പി പറ്റിച്ചായിരുന്നേ, ഇച്ചിരി വെള്ളവും മഞ്ഞളും ഒക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്ത് കുറച്ച്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മുളക് പൊടി വെളിച്ചെണ്ണയിൽ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മുളക് പൊടി ഇട്ട് അതിട്ട് മൂപ്പിച്ചത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തൈരൊക്കെ ഒന്ന് ഉടച്ചെടുത്തായിരുന്നു മോരുകറിക്ക് വേണ്ടി. അപ്പോൾ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ മെഴുക്കുവരട്ടിയൊക്കെ കൂട്ടിയില്ലെങ്കിൽ പിന്നെ ആൾക്കാർക്ക് തോരൻ വല്ലതും വെക്കണമല്ലോ, അതും ചെയ്യണം. പിന്നെ ഇന്നലെ ഞാൻ പിന്നെ മസാലയൊക്കെ മീൻ പുരട്ടി വെച്ചായിരുന്നല്ലേ, അതൊന്ന് വറുത്തെടുക്കാമെന്ന് വെച്ച്. മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി. അപ്പോൾ പയറൊക്കെ അരിഞ്ഞ് അതിൻ്റെ അകത്ത് തന്നെ തേങ്ങയും സവാളയൊക്കെ ഇട്ട് ഞെവിടി മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പുമൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അതൊന്ന് അടപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ പയർ ഞാൻ പറഞ്ഞ മെഴുക്ക് പുരട്ടി ചിലർക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഇത് തുടങ്ങും. ഈ പയറൊരു നല്ല പയറല്ലായിരുന്നു, ഇച്ചിരി അവിച്ചിലുള്ള ഞാൻ പറഞ്ഞില്ല, ചില പയറുകൾ അവിഞ്ഞിരിക്കുമെന്ന്, അതിൻ്റെ അകത്ത് ഇച്ചിരി വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഇത് അങ്ങനെയുള്ളതായിരുന്നു. അപ്പോൾ തോരനൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടേ. പിന്നെ ഇന്നലെ മീൻ മസാല പുരട്ടി വെച്ചായിരുന്നല്ലേ, അതുകൂടെ വറക്കാമെന്ന് വെച്ച്. ഞാനത് മീൻ ഇങ്ങനെ തലയോട് കൂടിയ മസാല പുരട്ടി വെച്ചേ. അത് വറുത്തതിന് ശേഷം ആ തല ഞാനിങ്ങ് ഒടിച്ചെടുക്കും, കട്ട് ചെയ്തിങ്ങെടുക്കും, കൈ കൊണ്ട് ഇങ്ങനെ ഒടിച്ചെടുക്കും. അത് ഞാൻ കഴിക്കുക, അല്ലാതെ ഇവിടെ ആരും കഴിക്കത്തില്ല. മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വൈകിട്ട് പോളുമോൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇത് കുറേ നാളായി. ഒരു സൈസ് പേപ്പർ, ഈ ഒട്ടിക്കുന്ന പേപ്പറേ വെറും തുച്ഛമായ വിലയേ ഉള്ളൂ. നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്.
അപ്പോൾ ഞാൻ ഈ താഴെ ഈ പാത്രം വെക്കുന്നത് ഈ കടപ്പ പോലുള്ളൊരു സാധനത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൊന്ന് ഇതൊന്ന് ഒട്ടിച്ച് വെച്ചാൽ അത്ര നല്ല. കുറച്ച് നാൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാത്രം ഇങ്ങനെ നിരക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതങ്ങ് കീറിപ്പോവും. പക്ഷേ അത്രയും വെറുതെ അതവിടെ നമ്മളന്ന് വാങ്ങിച്ചത് കൊണ്ട് ഞാൻ അതങ്ങ് കൊച്ചിനോട് പറഞ്ഞ് ഒട്ടിക്കാം. ഞാൻ പറഞ്ഞു ഒത്തിരി സ്റ്റൈലൊന്നും നോക്കണ്ട, നിന്നെ കഴിയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ആശാൻ അവിടെ ഇരുന്ന് ഒട്ടിച്ച് തന്നതുകൊണ്ട് എനിക്കത് കാര്യമായി. താങ്ക് യു മൈ ബോയ്. എന്തോടാ ചിരിക്കുന്നേ? എന്താ കഴിച്ചടാ ഇന്ന് നിങ്ങള്? എവിടാ പോയി കഴിച്ചേ? എന്നിട്ട് നീ തിന്നോ? അതാ ഇവിടെ എന്ത് നടക്കുമല്ലേ അമ്മയുടെ അടുത്ത്, ക്യാരറ്റും ബീൻസും. എന്നിട്ട് എവിടുന്നാ നിങ്ങൾ കഴിച്ചേ? എന്താ മക്ഡോൺ പോകുന്നെന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞേ? मैकडॉनल्ड्स में अभी वैसे भी सबका पेपर हो गया था तो घर ही होता है. പോള് ഫ്രീഡമായി. പോളിന്ന് വന്ന് പറയുവാ എന്നെ ഇനി ആരും കാർട്ടൂൺ കാണണ്ടെന്ന് പറയത്തില്ല. ദാണ്ട ഞാൻ കാണുന്നു. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു അവരുടെ എക്സാമിൻ്റെ. അപ്പോൾ അവന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ തൊട്ട് ഈ എന്തോ ചാട്ടവും തുള്ളകലുമായിരുന്നു. എന്നിട്ട് മൊബൈൽ കണ്ടിട്ട് പറ, ആണ്ടെ ഞാൻ മൊബൈൽ കാണുക, ഇനി എന്നെ ആരും വഴക്ക് പറയത്തില്ല. എടാ പഠിക്കടാ മൊബൈൽ കാണും. എന്നാലും CAT-യുടെ ഇതുണ്ട്, എക്സാമുണ്ട്, അതിന് പഠിക്കണം. പക്ഷേ മെയിനായിട്ടുള്ളത് തീർന്നില്ലേ. അപ്പോൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് പപ്പ പൈസ കൊടുത്തായിരുന്നു കൂട്ടുകാരെല്ലാം കൂടി മക്ഡോണൾഡ് കഴിക്കാൻ പോകുമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് പറയുന്നു, ഇന്ന് എല്ലാവരുടെയും പേപ്പറിൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അവിടെ ഭയങ്കര ആളായിരിക്കും, അവിടെയും ഭയങ്കര ക്രൗഡായിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അവിടെ അടുത്തുനിന്ന് അങ്ങാണ്ട് നൂഡിൽസ് കഴിച്ച് അതിൻ്റെ അകത്ത് ബീൻസും ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു, കഴിക്കേണ്ടി വന്ന് കളയാൻ പറ്റുമോ, 60 രൂപ കൊടുത്ത് വാങ്ങിച്ചതെന്ന് കണ്ടോ. അന്നേരം ഇവിടെ ആകുമ്പോൾ എല്ലാം നടക്കുമല്ലേ. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ഇനി ഞാൻ ഇവിടെ നിന്ന് വെജിറ്റബിൾസ് തരുന്നുണ്ടെങ്കിൽ അതെല്ലാം കഴിച്ചോണം. അപ്പോൾ അവിടെ ഇരുന്ന് ചിരിച്ച് ഞാൻ പറഞ്ഞാൽ അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് പറ്റുമല്ലോ ആരുടെടുത്തും. ഞാൻ പറഞ്ഞു കളഞ്ഞാരെന്തായിരുന്നു കുഴപ്പം, അന്നേരം അവൻ 60 രൂപയുടെ വിലയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.